നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നവാസിൻ്റെ വീടിൻ്റെ അടുത്താണ്. അതായത് ഒരു 2-3 ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു നവാസ് ഒരു വീട് വെച്ചിരിക്കുന്നുണ്ട്. അവിടെ മനോഹരമായൊരു വീട്. അത് അവിടെ ഏരിയയിൽ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് അദ്ദേഹം വെച്ച വീടാണ്. അതുപോലെ ആലുവയിൽ വേറൊരു വീട് അദ്ദേഹത്തിനുണ്ടെങ്കിലും ഇവിടെയാണ് അദ്ദേഹം കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. കാരണം ഇത് മണ്ണ് കൊണ്ട് വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഒരു വെടിച്ച് കീറലൊന്നും ഈ ഭിത്തിക്കില്ല. വളരെ വൃത്തിയായിട്ട് ഞാനത് നോക്കുകയായിരുന്നു. അത് എന്തോ ടെക്സ്ചറൊക്കെ ചേർത്തിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. അത് വളരെ കൂളിംഗ് ഉള്ള ആ ഏരിയയിൽ നല്ല കാറ്റുമൊക്കെ ഉള്ള ഒരു ഏരിയയാണ്, കണ്ടത്തിനോട് ചേർന്നുള്ളതാണ്. അവിടെയാണ് താമസിച്ചത്. പക്ഷേ ഈ ഒരു കലാകാരനെ കുറിച്ച് പറയുമ്പോൾ പ്രൊഡ്യൂസർക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണം കണ്ടിട്ട് പോലും അത് മറച്ചു വെച്ച് അഭിനയിച്ചത്. 2 ദിവസം മുമ്പേ തന്നെ നെഞ്ചിന് വേദനയൊക്കെ അനുഭവപ്പെട്ടു. അത് അവരോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷേ അത് എന്നിട്ടും അത് മറച്ചു വെച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ആ പ്രൊഫഷനോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണ്. ഞാനൊരു പ്രൊഡ്യൂസറായിരുന്നത് കൊണ്ട് എനിക്കറിയാം, ഒരു ദിവസം ഒരു ഷൂട്ടിങ് നിർത്തിവെക്കുമ്പോൾ ഉണ്ടാകാവുന്ന നഷ്ടം എന്തുമാത്രമാണെന്ന്. കാരണം എല്ലാവരും വരുന്നു, എല്ലാ സെറ്റും റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിനകത്തെ പ്രധാനപ്പെട്ട ഒരാൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. അപ്പോൾ താൻ മൂലം ഒരു നഷ്ടം ആ പ്രൊഡ്യൂസർക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു ഉത്തമ ആഗ്രഹത്തിൻ്റെ പേരിലാണ് സ്വയം ബലി കൊടുത്തത് എന്നുള്ളതാണ് സത്യം. ഞാനിവിടെ വന്നതിൻ്റെ കാരണം, രഹ്ന എന്ന് പറയുന്ന നവാസിൻ്റെ വൈഫ് എൻ്റെ ഒരു മന്ത്രം എന്ന് പറഞ്ഞ സീരിയലിനകത്ത് നേരത്തെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് കാണാമെന്നുള്ള അർത്ഥത്തിലാണ് വന്നത്. അപ്പോൾ 40 ദിവസത്തേക്ക് അവർ ഈ പുറത്തേക്ക് ഇറങ്ങില്ല. അങ്ങനെയാണ് അവരുടെ സമുദായത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും അനിയനുണ്ടായിരുന്നു. അനുജൻ നമ്മുടെ 24-ലെ ജോലി ചെയ്യുന്ന ആളാണ്. നല്ല കലാകാരനാണ്, നല്ല പാട്ടുകാരനാണ്. നിസാം എന്നാണ് പേര്. അദ്ദേഹം നല്ലൊരു സിംഗറാണ്. അദ്ദേഹം ഞങ്ങൾ ആഹാരം കഴിക്കാനൊക്കെ നിർബന്ധിച്ചു. എന്തായാലും ഈ ഒരു നഷ്ടം നികത്താനാവാത്തതാണ്. നവാസിന് ഇതിലൊക്കെ എത്രയോ ഉയരങ്ങളിൽ എത്തേണ്ട ആളായിരുന്നു. വേണ്ടത്ര ശ്രദ്ധയുണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെയാണ് നവാസ് അങ്ങനെ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തരുത്. എന്നാൽ മനുഷ്യൻ്റെ മനസ്സിൽ എന്നും ഉയരങ്ങളിൽ തന്നെയാണ് നവാസ് എന്നുള്ളതാണ്. പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അഭ്രവാളികളിൽ കിട്ടുന്ന അവസരങ്ങളാണല്ലോ അവരതിനെ ഒരു വിലമതിക്കുന്നത്. അത് ഏതായാലും സ്റ്റേജ് ഷോകളിൽ ഇത്രമാത്രം ശബ്ദങ്ങൾ അനുകരിക്കാനും ഇത്രമാത്രം ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിക്കാനും കഴിഞ്ഞ ഒരു കലാകാരൻ്റെ സ്ഥലത്ത് നിൽക്കുക, അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള ഒരവസരമായിട്ടാണ് ഞങ്ങളിതിനെ കണ്ടത്. ഇതുപോലുള്ള കലാകാരന്മാരെ നമ്മൾ ഒത്തിരി മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട്. അതിനൊരു ഗോഡ് ഫാദർ ഇല്ല എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കേണ്ടതല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.